ഓക്കെ, അപ്പൊ എല്ലാവരും ജേണൽ എൻട്രി ഒക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യാണ് വിചാരിക്കുന്നു. നമ്മളിപ്പോ നോക്കുന്നത് ഇതിപ്പോ നിങ്ങളുടെ നോളേജ് അളക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ചില കാര്യങ്ങളിൽ മേ ബി ക്ലാരിറ്റി കുറവുണ്ടാവും. നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബേസിക് ആയിട്ട് ഈ ഡെബിറ്റും ക്രെഡിറ്റിലും അടക്കം കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ഡിഫിക്കൽട്ട് ഫോർ യുവർ ഫ്യൂച്ചർ പ്രിപ്പറേഷൻസ്. ഇതിപ്പോൾ ഇന്റർ ആയാലും ശരി, ഫൈനൽ ആയാലും ശരി. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി വൈസ് ഇതിലൊന്നും ഒരു ആലോചിച്ച് നോക്കും. ഒരു ബിൽഡിംഗ് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ടത് അതിന്റെ ഫൗണ്ടേഷൻ ആണ് സ്ട്രോങ് ആക്കേണ്ടത് എന്ന് പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബേസിക്സ് ഇപ്പൊ ജേണൽ എൻട്രി ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നില്ല. ബട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടും ആൻഡ് നമ്മൾക്ക് കുറച്ച് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ കൊണ്ടും നിങ്ങൾക്ക് പലതിലും ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുള്ളത് അറിയുന്നത് കൊണ്ട് നമുക്കിത് നോക്കാം. ഇത് നോക്കി ഇതിലെന്താ ഈ ബേസിക് ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ പഠിച്ച് ഒരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം നമുക്ക് മെല്ലെ മെല്ലെ പോകാം. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 5 എൻട്രീസ്, ഇതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എൻട്രി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ആൻഡ് ഫൈൻ. ആൻഡ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കും. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറയാനുള്ള പോലെ ഇതിങ്ങനെ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എൻട്രി എഴുതുക, അങ്ങനെയല്ല പഠിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു, അതിന്റെ ഫണ്ടമെന്റൽ എന്താണ്, വൈ റൂൾ എന്താണ്, ഓർ ഇതുപോലത്തെ സിമിലർ സിറ്റുവേഷനിൽ വേറെ എങ്ങനെയെങ്കിലും എൻട്രി വരാൻ പാടുമോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് കിടക്കുന്നത്. ഫസ്റ്റ് വൺ, നമുക്ക് ഇതിന്റെ എൻട്രി എഴുതി നോക്കാം. ഈ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മൈൻഡിൽ എങ്ങനെ പ്രോസസ് ചെയ്യണമെന്ന് കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഡിസ്കൗണ്ട് അലോ ചെയ്യാന്ന് വിചാരിക്കുക. അലോ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അലോ ചെയ്യാണ്, ഞാൻ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഏറ്റവും എളുപ്പമുള്ള വഴി ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഡിസ്കൗണ്ട് അലോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിനെങ്ങനെ ജേണൽ എൻട്രി എഴുതാന്ന് ചിലപ്പോൾ ചോദിക്കും. ആലോചിക്കുക, ഞാൻ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നോർമലി ആൾ എൻ്റെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? എക്സ് എന്ന് പറയുന്ന ഒരാള് വൈ എന്ന് പറയുന്ന ഒരാൾക്ക് സാധനം കൊടുത്തു, വിറ്റു, സെയിൽ ചെയ്തു. വൈക്ക് സെയിൽ ചെയ്തു. വൈക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വൈ എന്ത് ചെയ്യണം, എക്സിന് പേയ്മെന്റ് തരണം, ശരിയല്ലേ? വൈ എക്സിന് ക്യാഷ് തരണം, എക്സ് വൈക്ക് ഗുഡ്സ് കൊടുക്കണം. ഇവിടെ എക്സ് പറയുകയാണ്, ഈ ക്യാഷ് തരുന്ന സമയം എനിക്ക് 100 രൂപയുടെ സാധനമാണ് ഇപ്പൊ സെയിൽ ചെയ്തതെന്ന് വിചാരിക്കുക. 100 രൂപയുടെ സാധനമാണ് സെയിൽ ചെയ്തത്. തിരിച്ച് തരുന്ന സമയത്ത് 100 രൂപ വേണ്ട, എനിക്ക് 98 മതി എന്ന് പറയുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ എക്സ് 2 രൂപ ഡിസ്കൗണ്ട് അലോ ചെയ്യാണ്. ആർക്ക് അലോ ചെയ്യാണ്? വൈക്ക് അലോ ചെയ്യാണ്. ഇവിടെ വൈ ആരാ? വൈക്ക് നമ്മൾ ഗുഡ്സ് ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട്. സെയിൽ ചെയ്ത ആളെ നമ്മൾ പറയുന്ന പേരാണ് ഡെറ്റർ. ആള് പൈസ തരാനുള്ള ആളാണ്, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ഈ ഡിസ്കൗണ്ട് അലൗഡിന്റെ ബാക്കിലത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കൗണ്ട് അലൗഡിലേക്ക് വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരാൾ വേറൊരാൾക്ക് സെയിൽ ചെയ്യാണ്, വൈ അക്കൗണ്ട് അറ്റ് ടു സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രിയാണ് ആദ്യം പാസ് ചെയ്യുക, ശരിയല്ലേ? സെയിൽസ് നടക്കുകയാണ്, വൈ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. ഇതിനുശേഷം ഈ എൻട്രി എങ്ങനെ വന്നെന്നുള്ളത് നമ്മൾ പഠിക്കും. ഞാനിപ്പോ പറയുന്നത് ഈ ഒരു 5 എണ്ണം ഞാൻ റഫായിട്ട് ഒരു ജേണൽ എൻട്രി തന്നിട്ട് ചോദിക്കുകയാണ്. ഇനിയിപ്പോ ജേണൽ എൻട്രി ഒന്നും എഴുതാൻ അറിയാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഫർദർ ക്ലാസ്സസ് വരുന്നുണ്ട്. ഓക്കെ, ബൈ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്ന് പറഞ്ഞ് 100 രൂപ എന്ന് പറഞ്ഞ് നമ്മളിപ്പോ ഒരു എൻട്രി പാസ് ചെയ്യും. ഇതിന് ശേഷം വരുന്ന എൻട്രിയാണ്, ഇത് സെയിലാണ്, ശരിയല്ലേ? ഇത് സെയിൽ. ഇതിന് ശേഷം വരുന്ന എൻട്രിയാണ് ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് എന്ത് ചെയ്യാണ്? കൊടുക്കുക. ഡിസ്കൗണ്ട് അലോ ചെയ്യുക, ശരിയല്ലേ? ഓക്കെ, ഡിസ്കൗണ്ട് അലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈക്കാണ് ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ, നോർമലി ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ എഴുതുന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു വൈ എനിക്ക് പൈസ തരികയാണെന്നുണ്ടെങ്കിൽ 100 രൂപ എന്ന് പറഞ്ഞിട്ട് എൻട്രിയാണ് ചെയ്തതാണ്. നോർമലി ഒരു സെയിൽ നടക്കണോ, അതിന്റെ പൈസ കിട്ടണോ, അതിന്റെ എൻട്രി ഇതാണ് നോർമലി. ഇവിടെ ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് എന്ത് പറ്റുന്ന വിചാരിച്ചാൽ സെയിലിന്റെ എൻട്രി ഒക്കെ സെയിം ആണ്, വൈ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. ഇനി ഡിസ്കൗണ്ട് അലൗഡ്, ഇതിന്റെ എൻട്രിയാണ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ഡിസ്കൗണ്ട് അലൗഡിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഥകൾ പറയുന്നത് വിചാരിക്കുന്നുണ്ടാവും. ഒരു എൻട്രി വരുന്ന സമയത്ത് ഇതിന് മുന്നിൽ എന്ത് നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ എൻട്രി എഴുതാൻ കുറച്ചുകൂടി എളുപ്പമാവും. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും.
ഈ ഒരു ട്രാൻസാക്ഷൻ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലൊക്കെയാണ് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. ഈ ഒരു ട്രാൻസാക്ഷന് മുമ്പ് എന്ത് നടന്നിട്ടുണ്ടാവും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ എൻട്രി പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു എൻട്രി, ഇപ്പൊ രണ്ടാമത്തെ ക്യാഷിന്റെ എൻട്രി വിടൂ, ഫസ്റ്റത്തെ എൻട്രി ഇത്, ഈ എൻട്രി ഒന്ന് ആലോചിക്കുക. സെയിൽ നടന്നു, വൈ അക്കൗണ്ട് അറ്റ് സെയിൽ. വൈ ഇപ്പൊ എനിക്ക് 100 രൂപ തരാനുണ്ട്. ഇവിടെ നമ്മൾ ഇനി ചെയ്യുന്നത് വൈക്ക് 2 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഇതിന്റെ മീനിങ് എന്താ? വൈ 100 രൂപയാണ് തരാനുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈന് എനിക്ക് 100 രൂപ തരില്ല. ഞാൻ എത്രയാണോ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അത് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും എനിക്ക് തരിക. ശരിയല്ലേ? ഓക്കെ. അപ്പൊ വൈ എനിക്ക് പൈസ തരുന്നത് കുറയും. വൈ ഇപ്പൊ എനിക്ക് എത്ര തരാനുണ്ട്? 100 രൂപയാണ് തരാനുള്ളത്. ഇനി വൈ എനിക്ക് തരാൻ പോകുന്നത് വെറും 98 രൂപയാണ്. ഞാൻ 2 രൂപ ഡിസ്കൗണ്ട് കൊടുക്കാൻ പോവുകയാണ്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തെ കാര്യം ഡെറ്റർ തരുന്ന പൈസ കുറയുന്നുണ്ട്. അപ്പൊ എൻട്രി വരുന്നത്, ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ഡെറ്റർ എന്ന് പറയുന്നത് എന്റെ അസറ്റ് ആണ്. ഓക്കെ. അപ്പൊ എൻട്രി ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റർ, ദാറ്റ് ഈസ് വൈ, 2 രൂപ 2 രൂപ. ഇപ്പൊ ഇതിന്റെ എന്ത് സംഭവിച്ചു ഞാൻ ആ ഫ്ലോയിൽ തന്നെ പറയാം. വൈ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 100 രൂപ, 100 രൂപ സെയിൽ നടന്നു. നോർമലി ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു വൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻട്രി എഴുതും. ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത എൻട്രി ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു വൈ, 2 രൂപ 2 രൂപ. നോക്കൂ, ഇവിടെ 100 രൂപ ഡെബിറ്റ് ചെയ്തു, വൈനെ 2 രൂപ ക്രെഡിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇനി വൈയുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് 98 ആണ്. എനിക്ക് പൈസ തരുന്ന സമയത്ത് എത്ര രൂപ തരും? വൈ 98 രൂപയാണ് എനിക്ക് തരിക. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 98, ദെൻ വൈ 98. വൈ 100 ഉണ്ടായിരുന്നു, 2 ഡിസ്കൗണ്ട് കൊടുത്തു, ബാക്കി 98 ക്യാഷ് ആയിട്ട് തന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇത് 98 ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് സംഭവം. വെറും ഡിസ്കൗണ്ട് അലൗഡ് തന്നിട്ട് ഇത്രയും കഥകൾ അതിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡിൽ ഇത്രയും പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും ആലോചിച്ച് നോക്കൂ. ഒരു ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അതിന് മുമ്പ് സെയിൽ നടന്നിട്ടുണ്ടാവും. ആൾക്ക് ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് കുറച്ച് ബാക്കിയുള്ള പേയ്മെന്റ് ആണ് ആള് തരിക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻട്രി എഴുതണം. ഇറ്റ് കുഡ് ബി ബെറ്റർ ഇഫ് യു നോ ദിസ് എൻട്രി ആസ് വെൽ ആസ് ദിസ് എൻട്രി. ഇത് രണ്ടും നിങ്ങൾക്ക് മൈൻഡിൽ പ്രോസസ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എൻട്രി എന്താണ്? എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു എൻട്രിയിൽ ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഈ ഒരു 5 എൻട്രി നിങ്ങൾക്ക് എഴുതാൻ കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കുകയാണെങ്കിൽ എഴുതിയെടുത്തോളൂ. ഓർ ഇഫ് യു നോ ഇറ്റ് ദെൻ ഫൈൻ, ലീവ് ഇറ്റ്. ഓക്കെ. ഇനി അടുത്തത് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തോടെ പറഞ്ഞുതരാം. അപ്പൊ ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോ ശരിയാക്കാത്തവര് ഉറപ്പിച്ചോളൂ, നിങ്ങൾ താഴെയുള്ള ക്ലാസ്സസ് കാണണം. ആൻഡ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എൻട്രീസും നോക്കൂ. ഇതേപോലെ നിങ്ങളെ കൊണ്ട് പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കാണണമെന്നില്ല, ലാസ്റ്റത്തെ ഇനി ഒരു 1.5 മണിക്കൂർ ക്ലാസ് കാണണമെന്നില്ല. അതർവൈസ് ബെറ്റർ ഈ ഒരു ക്ലാരിറ്റി കിട്ടണം, എന്റെ ക്ലാസ് ത്രൂ ഔട്ട് എൻഡ് വരെ ഒരു ഗ്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞപ്പോൾ ഡെറ്റർക്കാണ് ഞാൻ ഡിസ്കൗണ്ട് അലൗ ചെയ്യുക. ദെൻ ഡെറ്റർ എനിക്ക് പൈസ തരുന്ന സമയത്ത് ഈ ഡിസ്കൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് എനിക്ക് തരിക എന്ന് മനസ്സിലായി. ഇനി എനിക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണ്. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് ഡിസ്കൗണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി സാധനം വാങ്ങിച്ചു, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരികയാണ്. ആക്ച്വലി നിങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പർച്ചേസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് എൻട്രി വരും? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ എന്ന് വരും. ദെൻ നമ്മളുടെ ആക്ച്വൽ എൻട്രി ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇനി പൈസ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണ്ട? 100 രൂപ കൊടുക്കണ്ട, 98 രൂപ കൊടുത്താൽ മതി. 2 രൂപ എനിക്ക് ഇൻകം പോലെ കിട്ടുകയാണല്ലോ. അപ്പോൾ ഈ എൻട്രീസ് ആണ് ഇനി എഴുതേണ്ടത്. ഞാൻ നേരത്തെ പോലെ അതിന് മുമ്പുള്ള എൻട്രിയും ആ എൻട്രിയും അതിന് ശേഷമുള്ള എൻട്രി എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നു നോക്കാം. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആദ്യം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ. സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. വൈ ആണ് ഇവിടെ ക്രെഡിറ്റർ എന്ന് വിചാരിക്കുക.
വൈ. ദെൻ വൈ എനിക്ക് ഡിസ്കൗണ്ട് തരികയാണ്. വൈ അക്കൗണ്ട് ഡെറ്റർ ഓർ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഫസ്റ്റ് പർച്ചേസ് 100 രൂപ 100 രൂപ, ദെൻ 2 രൂപ ഡിസ്കൗണ്ട് 2 രൂപ ഡിസ്കൗണ്ട്. ഇനി ഞാൻ എത്ര ക്രെഡിറ്റർക്ക് പേ ചെയ്യണം? ക്രെഡിറ്റർക്ക് 100 രൂപ കൊടുക്കാനുണ്ട്. നോർമലി ക്രെഡിറ്റർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 100 എന്ന് എഴുതണം. ബട്ട് ഇവിടെ ക്രെഡിറ്റർക്ക് 100 കൊടുക്കാനുണ്ട്. ക്രെഡിറ്ററിനെ 2 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്തു. എത്ര കൊടുത്താൽ മതി? 98 കൊടുത്താൽ മതി. അപ്പൊ എന്താ സംഭവം? എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയത് കാരണം ഞാൻ ഇനി 100 രൂപ കൊടുക്കണ്ട. എത്ര കൊടുത്താൽ മതി? 98 കൊടുത്താൽ മതി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ ഡെറ്ററുടെ നേരെ റിവേഴ്സ് കേസ് ആലോചിക്കുക. പർച്ചേസിൽ വരുന്ന സമയത്താണ് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടുക. നിങ്ങളൊരു ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ വാങ്ങിക്കുകയാണ്. അപ്പൊ കടക്കാരൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ. ഇൻട്രസ്റ്റ് അക്രൂഡ്, ഇതൊക്കെ നമ്മൾ സോൾ പ്രൊപ്പറേറ്ററുടെ ഫൈനൽ അക്കൗണ്ട്സിലും ആൻഡ് ഇതിലൊക്കെ പഠിക്കും. ഇതില നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലൊക്കെ പഠിക്കും. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ഒരു ബേസിക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. എൻട്രി, ഞാൻ ഇനി നേരെ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഗുഡ് ആൻഡ് ഫൈൻ. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫർദർ വരുന്ന എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇൻകം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ എഴുതുന്ന എൻട്രി ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഇൻകം. ഇങ്ങനെയാണ് എൻട്രി വരിക. സാറേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ആൻസർ എഴുതിയത് സാറേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ 2 more hours. We have to do something good exercises. Okay. ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട്, ഇത് ബ്രാക്കറ്റിൽ ഇതിനെ അസറ്റ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇത് ഇൻകം. ഇങ്ങനെയാണ് എൻട്രി വരിക. വൈ എന്നുള്ളത് വഴിയെ നമ്മൾ ഡിസ്കസ് ചെയ്യും. കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. മൂന്നാമത്തെ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് പെയ്ഡ്. എൻട്രി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആണ്. അത് പേ ചെയ്തു എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി പെയ്ഡ് ഓഫ്. എൻട്രി ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. അഗെയിൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയതെന്നുണ്ടെങ്കിൽ ഫൈൻ. അതർവൈസ് യു ഹാവ് ടു അഗെയിൻ വെയിറ്റ്. ദെൻ അഡ്വാൻസ് കമ്മീഷൻ റിസീവ്ഡ്. ഓക്കെ. ഇത് പലരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പലരും നമുക്കിവിടെ നേരിട്ട് വന്ന് ഡൗട്ടൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ ഫണ്ടമെന്റലി മനസ്സിലാക്കി വെച്ച പല കാര്യങ്ങളും തെറ്റായിരുന്നു. അഡ്വാൻസ് കമ്മീഷൻ റിസീവ്ഡ്, ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ NPO ചാപ്റ്ററിൽ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചാപ്റ്ററിൽ പഠിക്കും. സ്റ്റിൽ ഇവിടെ ഞാൻ എൻട്രി മാത്രം എഴുതുന്നു. എൻട്രി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലാവും. ഇത് പലരും തെറ്റിക്കാനാണ് ചാൻസ്. ഇത് ശരിക്കും നമ്മൾ 2 എൻട്രി ആയിട്ട് എഴുതണം. ഓക്കെ. ഇത് കറക്റ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ ലിറ്ററലി 2 ആയിട്ടാണ് എഴുതുക. അഡ്വാൻസ് കമ്മീഷൻ റിസീവ്ഡ്. ആദ്യം എനിക്കൊരു കമ്മീഷൻ കിട്ടുകയാണ്. അപ്പോൾ ക്യാഷ് ഓർ ബാങ്ക് ടു അഡ്വാൻസ് കമ്മീഷൻ. ആൻഡ് ഈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണ്. അഡ്വാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ഇതിന്റെ ലോജിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഇതിന് ശേഷം വരുന്നതിൽ കുറച്ച് പറഞ്ഞു തരും. ദെൻ ബാക്കിയുള്ളത് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചാപ്റ്റർ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലപോലെ ക്ലാരിറ്റി വരും. ഇത് എനിക്ക് അടുത്ത വർഷത്തെ ഇൻകം ഈ വർഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അടുത്ത വർഷത്തെ ഒരു ഇൻകം ഈ വർഷം കിട്ടുകയാണെങ്കിൽ അത് ഒരിക്കലും എൻ്റെ ഈ വർഷത്തെ P&L വരില്ല. അതുകൊണ്ടാണ് ഒരു സൈഡിൽ അസറ്റും മറ്റൊരു സൈഡിൽ ലയബിലിറ്റിയും ബാധിക്കുന്നത്. ഇതിന് അടുത്ത വർഷം നമ്മൾ ശരിക്കും എഴുതുക, ഈ അഡ്വാൻസ് ലയബിലിറ്റിയെ, അഡ്വാൻസ് കമ്മീഷനെ ക്യാൻസൽ ചെയ്തിട്ട് ടു കമ്മീഷൻ ഇൻകം. കമ്മീഷൻ ഇൻകം ഇത് കുറച്ചൊരു അഡ്വാൻസ് എൻട്രി ആണ്. ഐ മീൻ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ജേണൽ എൻട്രി ആണ്. ഇത് പ്രോസസ് പലരും 90% ആൾക്കാരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇത് പ്രോസസ്സായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് പ്രോസസ്സായി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. പ്രോസസ് ആവാൻ ഞാൻ പറയുന്ന ചാൻസ് കുറവാണ്. ജസ്റ്റ് വെയിറ്റ് ഫോർ സം ഡേയ്സ്, ഈവൺ സം ചാപ്റ്റേഴ്സ്. കുറച്ച് ഈ ഒരു NPO ചാപ്റ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി വരും. അതിൽ
നമ്മൾ സബ്സ്ക്രിപ്ഷനെ വെച്ചിട്ടൊരു അടിപൊളിയായിട്ടൊരു കാര്യമൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശരിക്കും ഇങ്ങനെ 2 എൻട്രി എഴുതാം, ഓർ ഇങ്ങനെ എൻട്രി എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പ്ലസ് അതിൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് ഇതെല്ലാം മുഴുവൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചോളൂ. അതർവൈസ് നിങ്ങൾ ജസ്റ്റ് ട്രൂ ടു യുവർ സെൽഫ്, വാച്ച് ദി ക്ലാസ്സസ് ആഫ്റ്റർവേർഡ്സ്. ഇതിന് ശേഷം വരുന്ന ക്ലാസ്സസ് കാണുക. ആൻഡ് ഇതിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ക്ലാരിറ്റി സബ്ജക്റ്റിൽ വരുത്തുക എന്നുള്ളത് നമ്മൾ നോക്കും. ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ മാക്സിമം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പുഷ് ചെയ്യും. എത്ര താഴ്ന്ന് പറഞ്ഞുതരാൻ പറ്റും അത്രയും താഴ്ന്ന് പറഞ്ഞുതരും. ബട്ട് അൾട്ടിമേറ്റ്ലി ഇത് പേപ്പർ അക്കൗണ്ടൻസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ തന്നെ +1 മെറ്റീരിയലത്തെ ഒരു 200-250 ജേർണൽ എൻട്രീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ താഴെ ഇതിനൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ് കാണിച്ചു തരാം. ആ ഫോർമാറ്റിൽ നിങ്ങൾ ജേർണൽ എൻട്രി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഓക്കെ, ഫൈനലൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം എന്നുള്ളവർ ഇതിന് ശേഷമുള്ള ക്ലാസ് കാണുക. ദെൻ പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ആൻഡ് ഇത് റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് പലരും പല സമയത്താണ് കാണുക. നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും കണ്ടോളൂ. ബട്ട് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം, അറ്റ്ലീസ്റ്റ് ഈ ചാപ്റ്ററിന്റെ ഈ പോർഷൻ, ഇതിന് ശേഷം എടുക്കുന്ന ഒരു പോർഷൻ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം പറഞ്ഞുതരും. അതിനുശേഷം വരുന്ന 200 എൻട്രീസ് നിങ്ങൾ ഏത് സമയത്ത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആ എക്സസൈസ് ചെയ്തിട്ട് ഇവിടെ താഴെ ഇവിടെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. എവിടെ പോയി? അതാ, അത് എൻ്റെ ഫോൺ നമ്പറാണ് 9020042660. ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഈ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരുന്ന ഈ 200 ജേർണൽ എൻട്രീസ് 200+ ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ, ഞാൻ ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ ഞാൻ നിർബന്ധം പിടിക്കില്ല. നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ചെയ്യണം. എനിക്ക് വാട്സപ്പ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. ബട്ട് ഇതെനിക്കൊന്ന് ഉറപ്പുവരുത്തണം. സോ പഠിക്കുക. ഇതിനുശേഷം എന്താ അവിടെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. ആ ഫോർമാറ്റ് പഠിച്ച് ഒരു ക്വസ്റ്റ്യൻ ഞാൻ മുഴുവനായിട്ട് ഒരു 10-15 ജേർണൽ എൻട്രി ഞാൻ മുഴുവനായിട്ട് പറഞ്ഞുതരും. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തരുന്ന ആ ക്വസ്റ്റ്യൻ, അതിൻ്റെ ഒരു PDF ഉണ്ട് ക്വസ്റ്റ്യൻ്റെ, ഏത് ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് പേജ് എന്നുള്ളതൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്ത് സോൾവ് ചെയ്ത് വാട്സപ്പിൽ എൻ്റെ ഈ നമ്പറിലേക്ക് അയച്ചു. ഓക്കെ, അപ്പോൾ ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ 5 എൻട്രി സാർ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആവണ്ട. കുറച്ച് നല്ല ജേർണൽ എൻട്രീസ് ആണ് തന്നിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇതറിയില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പൊ താഴെ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ എങ്ങനെ നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ സി യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.